സ്വകാര്യ ടെലികോം കമ്പനിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പുനലൂർ നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിക്ക് നൽകിയ പരാതി ശരിയെന്ന ആഭ്യന്തര വിജിലൻസിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ നവംബർ മാസത്തിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ പരാതി കൈമാറിയത്. തൂണുകൾ സ്ഥാപിക്കുന്നതിന് കമ്പനി നൽകിയ അപേക്ഷ മതിയായ പരിശോധനയില്ലാതെ പരിഗണിച്ച അനുമതി നൽകിയെന്നും സ്വകാര്യ കമ്പനി വാഗ്ദാനം ചെയ്ത തുകയിൽ കൂടുതൽ ലഭിക്കുമെന്നിരിക്കെ നഗരസഭയ്ക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിവെച്ചുവെന്നുമാണ് പരാതിയിൽ സൂചനയുള്ളത്. പ്രതിപക്ഷാംഗങ്ങളായ ജി ജയപ്രകാശ്, കെ ബിജു എന്നിവരാണ് പരാതി നൽകിയത്. പുനലൂർ നഗരസഭയിൽ ജിയോ കമ്പനിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വലിച്ചതുമായി ബന്ധപ്പെട്ട് UDFിൻ്റെ കൗൺസിലർമാർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് പിണറായി വിജയൻ്റെ കീഴിലുള്ള നഗരകാര്യ വകുപ്പിൻ്റെ ഇന്റേണൽ വിജിലൻസ് വിഭാഗം റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഇവിടെ ഈ ജിയോ കമ്പനിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പോസ്റ്റുകൾ സ്ഥാപിക്കുന്നത് നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ വെക്കാതെ, എഗ്രിമെൻ്റ് വെക്കാതെ അവർ ആവശ്യപ്പെട്ട രീതിയിൽ തന്നെ അനുമതി നൽകിയെന്നത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് ഞങ്ങൾ അന്ന് ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ആ ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 2 വർഷത്തിലധികമായി അതിൻ്റെ വാടക പോലും കമ്പനി അടച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. ആ വിഷയം കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കത്ത് നൽകുകയാണ്. ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു എന്നുള്ളത് മാത്രമല്ല, ഇത് പരിശോധന നടത്തിയത് സർക്കാരിൻ്റെ വിഭാഗമാണ്. സർക്കാരിൻ്റെ വിജിലൻസ് വിഭാഗം പരിശോധന നടത്തി ഞങ്ങൾ ഉന്നയിച്ച ആരോപണം സമീപത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ഈ വിഷയത്തിൽ കൗൺസിൽ യോഗങ്ങളിൽ വെച്ചിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളതെന്ന് വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നു. അവർ ഇത് കൗൺസിൽ യോഗത്തിലേക്ക് വെച്ചത് മാത്രമല്ല, നെഗോഷിയേഷൻ ജിയോ കമ്പനി ആവശ്യപ്പെട്ടതിന് 360 രൂപയ്ക്കാണ് നടത്താൻ തീരുമാനിച്ചത്. നെഗോഷിയേറ്റ് ചെയ്ത് ഇത് 500 രൂപയ്ക്ക് സമീപത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തീരുമാനിച്ചതായി വിജിലൻസ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട നഗരസഭയുടെ സെക്രട്ടറിക്ക് വീഴ്ച സംഭവിച്ചതായി വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. അത് മാത്രവുമല്ല, സെക്രട്ടറി നൽകിയിട്ടുള്ള മൊഴി അനുസരിച്ചുകൊണ്ട് ഇതിൽ ബന്ധപ്പെട്ട ഭരണാധികാരികളെ ഈ വിഷയം സെക്രട്ടറി ബോധ്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ മറ്റ് ചില ആളുകളുടെ കൂടി പങ്ക് വെളിയിൽ വരികയാണ്. ഇതിൽ ഇപ്പോൾ വിശദീകരണവും ന്യായീകരണവുമായി വരും. കുറ്റവാളികളായിട്ടുള്ള ആളുകൾ ന്യായീകരണവുമായി വളരെ പെട്ടെന്ന് വരും. കാരണം അവർക്ക് മുഖം രക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. നഗരസഭയ്ക്ക് ലഭ്യമാകേണ്ട ലക്ഷക്കണക്കിന് രൂപ വരാതെ പോയി എന്ന് മാത്രവുമല്ല, നിയമവിരുദ്ധമായിട്ട് നഗരസഭയിൽ ഇങ്ങനൊരു അനുമതി കൊടുത്തു. സാധാരണക്കാരായിട്ടുള്ള ഒരാൾ അവർ ഒരു കെട്ടിടത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് നഗരസഭ ഓഫീസിൽ ഒരു പെർമിറ്റിന് അപേക്ഷ നൽകിയാൽ നാളുകൾ 10-20 പ്രാവശ്യം കയറി ഇറങ്ങി മാത്രമേ അനുമതി നൽകിയുള്ളൂ. ജിയോ കമ്പനിയുടെ ഒരു അപേക്ഷ ഒരു പരിശോധനയും നടത്താതെ നഗരസഭയിലെ ഉദ്യോഗസ്ഥരും നഗരസഭയിലെ ഭരണ നേതൃത്വവും ചേർന്ന് അനുമതി നൽകിയെന്ന് പറയുന്നത് ഏതു തരം തട്ടിപ്പാണ് എന്ന് പൊതുജനങ്ങൾ വിലയിരുത്തണം. ഏതായാലും വിജിലൻസിന്റെ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ അവർ എടുക്കാത്തതിനെ തുടർന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട കോടതിയെ ഈ റിപ്പോർട്ടുമായി കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുള്ള വിവരം കൂടി അറിയിക്കുകയാണ്. കമ്പനിയുമായി നഗരസഭ കരാറിൽ ഏർപ്പെടാത്തതും കൗൺസിൽ യോഗത്തിൽ വെച്ച അനുമതി ലഭിക്കാത്തതും വീഴ്ചയായി പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ സമീപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതേ പ്രവൃത്തികൾ നടപ്പിലാക്കിയപ്പോൾ അതാത് കൗൺസിലിൻ്റെ അംഗീകാരം ലഭിച്ചതായും നെഗോസിയേഷൻ നടത്തി മുൻകൂറായി 3 വർഷത്തെ വാർഷിക വർധനയായ 15% വരെ തുക ആദ്യ വർഷം മുതൽ ഈടാക്കിയിട്ടുണ്ടെന്നും അവർ സ്വകാര്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും വിജിലൻസിൻ്റെ സമഗ്രമായ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുൻപ് നൽകിയ പരാതിയിൽ പറഞ്ഞ വിവരങ്ങൾ അടിസ്ഥാനമാക്കി മാത്രമാണ് ഇപ്പോഴത്തെ അന്വേഷണ റിപ്പോർട്ടെന്നും കമ്പനി നഗരസഭാ ഓഫീസിൽ അടയ്ക്കാനുള്ള ലക്ഷക്കണക്കിന് രൂപ കാണാതായത് സംബന്ധിച്ചുള്ള തുടരന്വേഷണം ആവശ്യപ്പെടുമെന്നും UDF പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശ് പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുനലൂർ നഗരസഭ നെഗോസിയേഷൻ നടത്താതിരിക്കുകയും കരാറിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്ത സെക്രട്ടറിയുടെ വീഴ്ചയായി സർക്കാരിന് അറിയിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.